ഗൂഗിളിൽ ഒരുപാട് പരതിയാണ് ദേവ് ആ സ്ഥലം കണ്ടുപിടിച്ചത്. നീലഗിരി മലനിരകളുടെ ഭാഗമായിട്ടുള്ള ഒരു കൊച്ചു കുന്ന്, കൊളുകുപെട്ടി. പൂക്കൾ കൃഷി ചെയ്യുന്ന, കോടമഞ്ഞ് പുൽകി കിടക്കുന്ന മനോഹരമായ കുന്നിൻ ചെരുവ്. ദേവ് ഒരു സുഹൃത്ത് വഴി സ്ഥലത്തെപ്പറ്റി മനസ്സിലാക്കി. അധികം ടൂറിസ്റ്റുകൾ വരാത്തതിനാൽ താമസിക്കാൻ ഹോട്ടലുകളൊന്നുമില്ല, ഹോം സ്റ്റേ കിട്ടും. അങ്ങനെ തപ്പിപ്പിടിച്ച് ഒരു സ്ഥലം ഞാൻ കണ്ടെത്തി, ദി നെസ്റ്റ്. ഞാൻ ഇവിടേക്ക് വിളിച്ചു നോക്കിയപ്പോൾ അവിടെ ഇപ്പോൾ റൂമുകൾ ഉണ്ടെന്നും പെട്ടെന്ന് വന്നുകൊള്ളാനും എന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, എനിക്ക് കുറച്ച് ദിവസം താമസിക്കാൻ ഒരു സ്ഥലം വേണം, അതിനായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവരെന്നോട് പറഞ്ഞു, നിങ്ങൾക്കിവിടെ സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റീസ് ഒന്നും കിട്ടില്ല, പക്ഷേ ഇവിടുത്തെ ജീവിതം തൊട്ട് മനസ്സിലാക്കി ഞങ്ങളിൽ ഒരാളായി ഇവിടെ കഴിയാം. എനിക്കും അതാണ് വേണ്ടത്. പിന്നെ കുറച്ച് നല്ല ഫോട്ടോസും, അതുപോലെ ഇവിടുത്തെ നാടൻ ഭക്ഷണവും. അവർ എന്നോട് പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ആദിവാസികളുടെ നാടൻ തിരുമ ചികിത്സയും വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. നാട്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇത്ര കുറഞ്ഞ ലൈറ്റിൽ ഇതൊന്നും ലഭിക്കില്ല. തീർച്ചയായും അതൊക്കെ എനിക്ക് അനുഭവിച്ചറിയണം. ഞാൻ മറ്റെന്തെങ്കിലും കരുതണോ? അവരെന്നോട് പറഞ്ഞു, കട്ടിയുള്ള വസ്ത്രം, പൈസ, മരുന്നുകൾ, എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതും. ഇവിടെ അടുത്ത് കടകളോ വണ്ടി സൗകര്യങ്ങളോ ഒന്നും കിട്ടില്ല. അതുപോലെ മൊബൈലിന് റേഞ്ചും വളരെ കുറവാണ്. ഓക്കെ, ഞാൻ എങ്ങനെ അവിടെ എത്തും? താഴെ ആനക്കോട്ട വരെ ഒരു ഗവൺമെൻറ് ബസ്സുണ്ട്. പൊള്ളാച്ചിയിൽ നിന്ന് രാവിലെ 6 മണിക്ക് കിട്ടും. അവിടേക്ക് ഞാൻ ജീപ്പ് അയക്കാം. മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ ആനക്കോട്ടയിലെത്തിയ ജീപ്പിനെ അവൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദേവ് ജീപ്പിനരികിലേക്ക് നടന്നു ചെന്നു. അടുത്താരെയും കാണുന്നില്ല, ഒരു ചെറിയ കട മാത്രം ബാക്കിയാക്കി. ബസ്സിൽ വന്നിറങ്ങിയവർ പല വഴിക്കായി പിരിഞ്ഞു. ദേവ് ജീപ്പിൻ്റെ ഹോൺ അടിച്ചു. സാർ, ആ കൊച്ചു കടയ്ക്കുള്ളിൽ നിന്ന് വിളികേട്ട് അങ്ങോട്ടേക്ക് നോക്കി. മൊട്ടയടിച്ച് 20 വയസ്സ് പ്രായം തോന്നുന്ന ഒരു പയ്യൻ ഓടി വരുന്നു. ഞാൻ കടയിലിരുന്ന് ഉറങ്ങിപ്പോയി, ബസ് വന്നതറിഞ്ഞില്ല. വാ സർ, ബാഗ് താ. അവൻ എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി ജീപ്പിൽ വെച്ചു. എന്താ തൻ്റെ പേര്? ഇവിടെ എല്ലാവരും എന്നെ മണി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ശരിക്കും പേര് ജിതിൻ. സാറിൻ്റെ പേര് ദേവൻ എന്നല്ലേ? ദേവ് തലയാട്ടി. ദേവൻ എന്നല്ല, ദേവ് എന്ന് തിരുത്താൻ മെനക്കെട്ടില്ല. ജീപ്പ് പതിയെ നീങ്ങി തുടങ്ങി. ചെങ്കുത്തായ ഒരു ഇറക്കം ഇറങ്ങി ചെന്ന് അവസാനിച്ചത് ഒരു ചോലയിലായിരുന്നു. വണ്ടി നിർത്തിക്കേ. ദേവ് തൻ്റെ ക്യാമറ എടുത്തു. വാവ്, ഉരുളൻ കല്ലുകളിൽ തട്ടി നിറഞ്ഞൊഴുകുന്ന അരുവി. സാറ് ഫോട്ടോ പിടിക്കാൻ വന്നതാണോ? അതെ, നമുക്കിവിടെ വീണ്ടും വരണം. എനിക്ക് ഒരുപാട് ഫോട്ടോ എടുക്കണം. സാർ, ഈ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യാനാ? ഞാനിത് വിൽക്കും. നല്ല പൈസ കിട്ടുമോ ഫോട്ടോ വിറ്റാൽ? ജിതിന് ലോകപരിചയം കുറവാണെന്ന് അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് ദേവിന് മനസ്സിലായി. പോകുന്ന വഴിയിലുടനീളം വാതോരാതെ ജിതിൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു. സുനിതാമ്മ എൻ്റെ അമ്മയുടെ ബന്ധുവാണ്. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ജിതിൻ്റെ വീട് ഇവിടെയല്ലേ? അപ്പോൾ സുനിതാമ്മയുടെ വീടാണ് എൻ്റെയും വീട്. ശരിക്ക് ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. പിന്നെ എങ്ങനെ ഇവിടെ എത്തി? വലിയ കഥയാണ് സർ. എൻ്റെ അപ്പനും അമ്മയും സുനിതാമ്മയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. വലിയ തറവാടാണ് സുനിതാമ്മയുടെ. 5 ആങ്ങളമാരുടെ ഒരേ ഒരു പെങ്ങളാണ് സുനിതാമ്മ. ഡോക്ടർ പഠിക്കാനായി ബാംഗ്ലൂരിൽ വന്നു. അവിടെ വെച്ച് വിക്ടർ സാറുമായി സ്നേഹത്തിലായി. അവസാന മൂപ്പർ സുനിതാമ്മയെ ഗർഭിണിയാക്കി. അതോടെ അവരെ വീട്ടിൽ നിന്നും പുറത്താക്കി. വിക്ടർ സാറിൻ്റെ അപ്പൻ്റെ തോട്ടമാണിത്. വിക്ടർ സാർ സുനിതാമ്മയെ കല്യാണം കഴിച്ച് ഇവിടെ താമസമായി. അവർക്ക് 2 പെൺമക്കളുമുണ്ടായി, ജിയ ചേച്ചിയും ശ്രീയ ചേച്ചിയും. കോളേജ് അടച്ചതുകൊണ്ട് ഇപ്പം അവരുമുണ്ട് വീട്ടിൽ. സുനിതാമ്മ പിന്നെ നാട്ടിൽ വരുന്നത് അവരുടെ അമ്മ മരിച്ചപ്പോഴാണ്. അന്ന് തിരിച്ചു പോരുമ്പോൾ എന്നെയും കൂട്ടി. എനിക്കൊരു 13 വയസ്സുള്ളപ്പോൾ ഞാനിവിടെ വന്നതാ. പിന്നെ തിരിച്ച് നാട്ടിൽ പോയിട്ടില്ല. എന്നെ ആരും അന്വേഷിച്ച് വന്നിട്ടുമില്ല. ഇപ്പോൾ വിക്ടർ സാർ ഇവിടെ ഉണ്ടോ? ഞാൻ ഇവിടെ വരുന്നതിന് മുൻപേ വേട്ടയ്ക്ക് പോയപ്പോൾ പാമ്പുകടിയേറ്റ് അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ അല്പസമയം ഞങ്ങൾക്കിടയിൽ നിശബ്ദതയായിരുന്നു. ഒരു പാറയുടെ മുകളിൽ നിന്നും മറ്റൊരു പാറയുടെ മുകളിലേക്ക് ജീപ്പ് മുരൾച്ചയോടെ കയറി. ഒരു വഴിയെന്ന് പറയാൻ കഴിയില്ല. ചുറ്റും വൻ വൃക്ഷങ്ങൾ പന്തലിച്ചു നിൽക്കുന്നു. അവസാനം കയറ്റ ഇറക്കങ്ങൾ കഴിഞ്ഞ് സമതലമായ ചെമ്മൺ പാതയിലേക്ക് ജീപ്പ് കടന്നു. പല നിറത്തിലുള്ള ജമന്തിപ്പൂ പാടങ്ങൾ, പൂക്കളുടെ മണം പേറി വീശിയടിക്കുന്ന തണുത്ത കാറ്റ്. ഈ പാടങ്ങൾ തൊട്ട് നമ്മുടെ സ്ഥലമാണ് സർ. ഈ പൂക്കൾ എങ്ങനെ മാർക്കറ്റിലെത്തിക്കും? വഴിയില്ലാതെ ചാക്കിൽ കെട്ടി കഴുതപ്പുറത്ത് കൊണ്ടുപോകണം. അവസാനം വെള്ള പെയിന്റ് അടിച്ചൊരു ഗേറ്റിന് മുൻപിൽ വണ്ടി നിന്നു. ജിതിൻ തന്നെ ഓടിപ്പോയി ഗേറ്റ് തുറന്നു. മനോഹരമായി വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്ന അലങ്കാര ചെടികൾക്ക് നടുവിലൂടെ ജീപ്പ് നീങ്ങി. സാർ, ആ കാണുന്നതാ വീട്. ചെറിയ യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിലൂടെ കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഒരു വീട് ചൂണ്ടിക്കൊണ്ട് ജിതിൻ പറഞ്ഞു. പഴയ കൊളോണിയൽ മാതൃകയിൽ ഉള്ള വെള്ള പെയിന്റ് അടിച്ച വീട്. ചുറ്റും വലിയ ജനാലകളും വീതിയുള്ള വരാന്തയും.
ഒരു കുതിരവണ്ടി ഇടത്തുവശത്തായി കിടപ്പുണ്ട്. ഒരു കോഫി ടേബിളും കസേരയും പുറത്തുണ്ട്. പേരയ്ക്ക മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് കെട്ടിയിരിക്കുന്ന കയറുകട്ടിൽ. ഒരു സൈഡിലായി വലിയ പശുത്തൊഴുത്ത്. പല നിറത്തിലുള്ള പ്രാവുകൾ. കൂട്ടിൽ ചിലച്ചുകൊണ്ട് കുറേ ലവ് ബേഡ്സ്. സ്വർഗത്തിലെത്തിയ പോലെ തോന്നി. മഞ്ഞത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഓരോ പുൽനാമ്പുകൾക്കും ചെറുകല്ലുകൾക്കും മറ്റൊരിക്കലും തോന്നാത്ത ഒരു സൗന്ദര്യം തോന്നി. ജിതിൻ ജീപ്പ് നിർത്തി ഹോൺ അടിച്ചു. ദേവ് വേഗം ക്യാമറ ബാഗിലാക്കി ജീപ്പിൽ നിന്നിറങ്ങി. ഹോൺ ശബ്ദം കേട്ട് ഒരു സ്ത്രീ പുറത്തു വന്നു. ചുവന്ന നല്ല സുന്ദരിയായ ഒരു സ്ത്രീ. അവളുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. അവൾ എന്നോട് പറഞ്ഞു, വെൽക്കം ടു അവർ പ്ലേസ്. മൈ നെയിം ഈസ് സുനിത. വെളുത്ത നീളൻ വിരലുകളുള്ള അവളുടെ കൈ ഷേക്ക് ഹാൻഡിനായി നീട്ടി. സത്യത്തിൽ ഐ ഷുഡ് താങ്ക് യു ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റേ ഇൻ ദിസ് വണ്ടർഫുൾ പ്ലേസ്. മൃദുലമായ അവരുടെ കൈ കുലുക്കിക്കൊണ്ട് ദേവ് പറഞ്ഞു, വാവ്, ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അതുതന്നെ വലിയൊരു കാര്യം. സുനിത ദേവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേവിൻ്റെ കണ്ണുകൾ തൻ്റെ മുന്നിൽ നടക്കുന്ന സുനിതയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവളുടെ പിന്നാലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ റൂമിലേക്ക് അവൻ കടന്നു. ദേവ്, ഈ 2 മുറികളാണുള്ളത്. ഇതിൽ 2 നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുത്തോളൂ. ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് സുനിത പറഞ്ഞു. ദേവ് 2 മുറികളിലേക്കും കയറി നോക്കി. ഒരെണ്ണം വിശാലമായൊരു മുറിയാണ്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ചുറ്റും ജനലുകൾ. തണുത്ത കാറ്റ് അകത്തേക്ക് വീശിയടിക്കുന്നു. മറ്റേത് ചെറിയ മുറിയാണ്. അല്പം കോലമായി കിടക്കുന്നു. പക്ഷേ ദേവിനെ ആകർഷിച്ചത് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന വാതിലായിരുന്നു. നോക്കെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന പൂന്തോട്ടങ്ങൾ കാണാവുന്ന ബാൽക്കണി. എനിക്ക് ഈ മുറി മതി. കുന്നിൻ ചെരുവിലേക്ക് കിളിവാതിലുള്ള ഈ മുറി. എനിക്ക് തോന്നി ഈ മുറിയാവും ഇഷ്ടമാവുകയെന്ന്. ഞാൻ ക്ലീൻ ചെയ്ത് തരാൻ പറയാം. ഇന്നലെ വരെ ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് താഴെ ഇരിക്കാം. ഹാളിലേക്ക് വരുമ്പോൾ ജിതിൻ ബാഗുകൾ അവിടെ കൊണ്ടുവച്ചിരുന്നു. മണി, നീ മുകളിലെ മുറി വേഗം വൃത്തിയാക്കി ദേവിന് കൊടുക്കണം. ശരി, ഇപ്പോൾ റെഡിയാക്കാം സാർ. ദേവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവ്, എത്ര ദിവസം കാണും ഇവിടെ? സുനിത മാഡം എന്നോട് റേറ്റ് ഒന്നും പറഞ്ഞില്ല. അതനുസരിച്ച് ഞാൻ പറയാം എത്ര ദിവസമാണെന്ന്. ഞാൻ പാക്കേജ് വിശദമായി പറഞ്ഞു തരാം. വരൂ, അങ്ങോട്ടിരിക്കാം. ഹാളിൻ്റെ ഒരു വശത്തു കൂടി പുറത്തേക്ക് കറങ്ങി പുൽത്തകിടിയിലിട്ടിരുന്ന കോഫി ടേബിളിൽ ഞങ്ങളിരുന്നു. ദേവ്, ഞാൻ ഓപ്പണായി കാര്യങ്ങൾ പറയാം. ദേവിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഒഴിവുകാലം സമ്മാനിക്കാനാണ് എനിക്ക് താല്പര്യം. ഒരു പക്ഷേ ദേവിന് ലോകത്ത് ഒരിടത്തും ലഭിക്കാൻ സാധ്യതയില്ലാത്ത സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ദേവ് ആകാംക്ഷയോടെ കോഫി ടേബിളിൽ കൈകൾ കുത്തി മുന്നോട്ട് ചാഞ്ഞിരുന്നു. മാഡം, എനിക്കും തുറന്ന് സംസാരിക്കാനാണ് ഇഷ്ടം. എനിക്ക് ജീവിതത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. യാത്രകളും ഫോട്ടോഗ്രാഫിയും മാത്രമാണ് എൻ്റെ പാഷൻ. പക്ഷേ ഇവിടുത്തെ അന്തരീക്ഷം എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. മണി ഈസ് നോട്ട് എ പ്രോബ്ലം. എനിക്ക് നല്ലൊരു സ്ഥലം താമസിക്കാൻ മാത്രം കിട്ടിയാൽ മതി. പിന്നെ ഒരുപാട് മെമ്മറീസും. അതുമാത്രമാണ് ഞാൻ ഇവിടെ നിന്നും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അവരവിടെ സംസാരിച്ചിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. സുനിത അങ്ങോട്ട് നോക്കി. അതെൻ്റെ മക്കളാ, ജിയയും ശ്രീയയും. അയ്യോ, ദൂരേന്ന് അവർ നമ്മൾ നോക്കിയിരിക്കുന്നത് കണ്ടാൽ പ്രശ്നമാകുമോ? യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് മനസ്സിലായില്ല. ദേവ് സംശയത്തോടെ സുനിതയുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മക്കൾ എല്ലാം അറിഞ്ഞു തന്നെയാണ് ഞാൻ വളർത്തിയത്. സാധാരണ ജിയ വരുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. പിള്ളേർ ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാനാ. ഞാനും ശ്രീയയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കും. ദേവിൻ്റെ ചുണ്ടിൽ അപ്പോൾ വല്ലാത്തൊരു പുഞ്ചിരി പടർന്നു. ഇവിടെ നടക്കുന്ന എല്ലാ സൗകര്യങ്ങളെപ്പറ്റും അവൻ കൃത്യമായി അവന് പറഞ്ഞു കൊടുത്തു. ഈ പാക്കേജിൽ ഉൾപ്പെടാത്ത വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് പൈസ കൂടുതൽ തന്നാൽ ശരിയാകുമോ എന്ന് ദേവ് ചോദിച്ചു. അതിനും ഓക്കെയാണെന്ന് സുനിത മറുപടി പറഞ്ഞു. അതിനനുസരിച്ച് ഒരുപാട് കാലം അവിടെ താമസിച്ചു. എനിക്ക് ആവശ്യമെന്ന് തോന്നുന്ന സമയത്തെല്ലാം ഫോട്ടോഗ്രാഫിക്കും എൻ്റെ പാഷനുമെല്ലാം കൊടുത്തിരുന്ന സമയം മാറ്റിവെച്ച് ഞാൻ അവിടെ ചിലവഴിക്കാൻ തുടങ്ങി. അത് പ്രത്യേകമായ ഒരു ആനന്ദം എന്നിൽ ഉളവാക്കി.